നമ്മുടെ അധ്വാനം അനുഗ്രഹമാകുന്ന എപ്പോഴാണെന്നറിയോ? ചത്ത് കിടന്ന് പണിയെടുക്കുമ്പോഴല്ല, തന്ത്രം ഉപയോഗിച്ച് പണിയെടുക്കുമ്പോൾ മാത്രമല്ല, ദൈവാനുഗ്രഹത്തിൽ അധ്വാനിക്കുമ്പോഴാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ടിനും നമ്മൾ ചെലവാക്കുന്ന എനർജി, സമയം, പണം എല്ലാം വ്യത്യാസമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ 6 മണി തൊട്ട് വെളുപ്പാങ്കാലം വരെ ഇത് ഇറക്കിയതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ആ അനുഗ്രഹത്തിൽ വല ഇറക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 6 മത്സ്യത്തെ കിട്ടിയെന്നല്ല, എഴുതിയിരിക്കുന്ന വാക്കുറക്കെ വായിച്ചേ, വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടി. അവരുടെ ആ വല മുഴുവൻ, ഒരിക്കലും വിചാരിച്ചില്ല ഈ വല ഇങ്ങനെ നിറയൂന്ന്. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കും, ഇതൊക്കെ നടക്കുവോ, ഇതൊക്കെ ശരിയാകുവോ? അത് നടക്കും, അത് നിറയും. ആ ഒരു കാര്യത്തിനകത്ത് ചില ദൈവീക പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. ഇനി ഇത്രയും മത്സ്യങ്ങളെ കിട്ടിയപ്പോ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, പത്രോസ് ഇത് കണ്ടപ്പോൾ. ഏത് കണ്ടപ്പോൾ? ഇത് കണ്ടപ്പോൾ എന്തുവാ പുള്ളി കണ്ടത്? ഇന്നലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ വള്ളത്തിനകത്ത് ഒരു പൊടിമീൻ പോലും ഇല്ലായിരുന്നു, വെറും ശൂന്യമായ വലയായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവാനുഗ്രഹം വന്നപ്പോൾ ആ വള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാണ്. ഇത് കണ്ടപ്പോൾ, ഇതെന്റെ ഭാഗ്യമാണ്, ഞാൻ എന്റെ കഴിവാണെന്നല്ല ഇദ്ദേഹം പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് തന്നവന്റെ കാലയിലോട്ട് ഒറ്റ വീഴ്ച വീണു. തന്നത് നീയാണ്. മറക്കരുത് കേട്ടോ, എല്ലാ വ്യക്തികളും മറക്കരുത്. കുറച്ച് പുത്തൻ വരുമ്പോൾ തന്നവനെ മറക്കരുത്. ദൈവമേ, എനിക്ക് ഈ വീട് തന്ന ദൈവത്തിന്റെ മുമ്പിൽ തല താഴ്ത്തണം. പേഴ്സ് തുറക്കുമ്പോൾ കുറച്ച് 500-ന്റെയും 200-ന്റെയും ഒക്കെ നോട്ട് ഇരിപ്പുണ്ട്, ATM കാർഡ് ഇരിപ്പുണ്ട്, അതിനകത്ത് പൈസയൊക്കെ ഉണ്ടെന്നറിയാം. ദൈവമാണ് നിനക്ക് തന്നത്. അതാ പറഞ്ഞു, എന്തൊക്കെ ജീവിതത്തിൽ വന്നങ്ങ് നിറഞ്ഞാലും ദൈവമാണ് എനിക്ക് തന്നത്.